നമസ്കാരമുണ്ട്. എൻ്റെ ബന്ധത്തിലൊരു ആൻറ്റിയാണ്, അതിസുന്ദരിയാണ്. ഈ സ്ത്രീക്ക് കാമം എന്ന് പറഞ്ഞാൽ അത് വർണ്ണിക്കാൻ പറ്റില്ല. അപ്പം എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എന്നെ കൊണ്ട് അടിപ്പിക്കും. അപ്പോൾ ഈ ആൻറ്റി ഒരു 22 വയസ്സുള്ള പയ്യനെ കൊണ്ട് കൂടെ കളിച്ച കഥയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോണേ. അതിനു മുമ്പ് ചെറിയൊരു കാര്യം എനിക്ക് ഓർമ്മ എന്ന് പറയണം. പണ്ടൊരു നാടകം അഭിനയിച്ച ഒരാൾ പറയണേ, വികാരം മുറ്റി നിൽക്കുന്ന ഈ രംഗത്ത് ഇനി അഭിനയിക്കണമെങ്കിൽ കേവലം ഒരു ബീഡിയെങ്കിലും വലിക്കണം. അതേപോലെ എനിക്ക് ചെറിയൊരു ഫീല് വന്നത് എന്താണെന്നറിയാം. ഇപ്പം മൊണാലിസ എന്നും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ട്രെൻഡായില്ല. ഒരു വെള്ളാരം കണ്ണുള്ള പെണ്ണ്, എന്താണ് ഇത്ര പ്രത്യേകത? എനിക്ക് മനസ്സിലായില്ല. വൈറലാണ്. വിലിയാനോ ഡാവിഞ്ചി വരച്ച മൊണാലിസയിൽ ഫേമസ് ആയിപ്പോയി നമ്മുടെ മൊണാലിസ. എന്താണ് ഇപ്പോൾ അതിന് പ്രത്യേകത? ബോച്ച കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വെള്ളാരം കണ്ണോ, അതിൻ്റെ സൗന്ദര്യമോ? നമ്മുടെ മനുഷ്യർക്കൊരു സൂക്കേടുണ്ട്, അത് വല്ലാത്തൊരു സൂക്കേടാണ്. ഇപ്പം ഇതിനെ വൈറലാക്കി. എൻ്റെ നാട്ടിൽ പണ്ട് റോഡ് പണി ഉണ്ടായപ്പോൾ ഒരു സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണ് റോഡ് പണിക്കിട്ട് ഉരുക്കി അതൊക്കെ കൊണ്ടുപോകണം, അങ്ങോട്ട് കൊണ്ടുപോകണം. മറ്റേ വണ്ടിയില്ലേ അമ്മാവൻ, ആ വണ്ടിയുടെ ചക്രത്തിന് വെള്ളം തുണി മുക്കി ആക്കണം. അപ്പോൾ എല്ലാ അമ്മാവന്മാർക്കും നാട്ടുകാർക്കൊക്കെ അയ്യോ പാവം എന്താ അല്ലേ റോഡ് പണിക്ക് വന്നേക്കണം ആ കുട്ടീനെ നോക്കിയാൽ. ഇവക്കല്ല തൊലി വെളുപ്പ് സൗന്ദര്യമുണ്ട്. അപ്പോൾ അവൾ പാവം. വേറെ കറുത്ത പെൺകുട്ടികളൊക്കെ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരൊക്കെ ദുഷ്ടന്മാർ. അവർ ഈ പണിയെടുക്കാനൊക്കെ വിധിക്കപ്പെട്ടവർ, മനസ്സിലായ? അടിച്ച് തെളിക്കാർ ജാനുമാർ. അല്ലാത്ത ഈ സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ റോഡ് പണിക്ക് പോവുകയെ, മാല വെക്കാൻ പോവുകയെ, മൊണാലിസ. ഈ സൗന്ദര്യം കാണുമ്പോൾ കഴപ്പ് കൂടുകയാണ് അമ്മാവന്മാർക്കും ആങ്ങളമാർക്കും. സൗന്ദര്യം ഇല്ലാത്തവരും മനുഷ്യർ തന്നെയാണ്. ഇതിൻ്റെ പോളിസി അതാ. ഭംഗിയുള്ള പെണ്ണ് റോഡ് പണി എടുത്താൽ ഭയങ്കര സങ്കടം, പൊട്ടി ഒലിക്കുക. ഈ കറുത്ത പെണ്ണുങ്ങൾ, പാവങ്ങൾ, അവരും മനുഷ്യർ തന്നെയാണ്. അങ്ങനെ ചിന്തിക്കാൻ പഠിക്കണം. മൊണാലിസ നാട് നന്നാവൂല. അത് പോട്ടെ. ഈ ആൻറ്റിക്ക് കുഴപ്പ് മൂത്തിട്ട് കുറേ ആയി, അനവധിയായി. ആൻറ്റി എന്നെ കൊണ്ട് മാത്രമല്ല കളിപ്പിക്കുക, അതിന് പറ്റിയ അവർ രാത്രി 2:30 വീസനാളാണ്. പണിയെടുക്കണൊക്കെ നല്ല ത്രില്ല. അപ്പോൾ അവിടെ വലിയൊരു പണക്കാരൻ്റെ മോനുണ്ട്. അപ്പോൾ ഇവൻ കുറച്ച് ദിവസമായിട്ട് ഇവരെ ഡ്രൈവിംഗ് ഒന്ന് പഠിപ്പിക്കാം, ഇവരെ കാറിൽ ഇവരെ പഠിപ്പിക്കാമെന്നൊക്കെ പറയും. വന്ന് പിന്നെ അവനവിടെ നിന്ന് പോകില്ല, വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഞാനൊരു ദിവസം കുറച്ച് പൈസ കടം വാങ്ങിയത് കൊണ്ടുപോയി കൊടുക്കാൻ ചെല്ലുമ്പോഴുണ്ട് ഈ ആൻറ്റിയും ഇവനും കൂടി സോഫയമേൽ ഇങ്ങനെ ഇരിക്കണം. വാതിൽ ഫ്രണ്ടിൽ അങ്ങനെ അടക്കൂല. അപ്പം എന്നെ കണ്ടപ്പോൾ എണീറ്റ് ഇങ്ങോട്ട് വന്ന് പുറത്തേക്ക് കയറി ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോവാണ്. നമുക്ക് മനസ്സിലായി അവിടുത്തെ രംഗം. പൈസ തരാൻ വന്നതാണ്. അതിൽ പുറത്തേക്ക് വന്നു. ഞാൻ പൈസ കൊടുത്ത് ഇവരുടെ വേഷം കാണണം. ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് കളറുള്ള ഒരു നൈറ്റ്, അടിപ്പാവട ഇട്ടല്ല, റോസ് കളറുള്ള ഷഡ്ഡി അതിൻ്റെ അടിയിൽ. 22 വയസ്സുള്ള ചെക്കൻ്റെയൊക്കെ സാമാനം എണീക്കാൻ വേറെ എന്തെങ്കിലും വേണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ, ആൻറ്റി ആ ചെക്കൻ്റെ മുന്നിൽ എന്താ ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യണത്? എടാ നീ ഇപ്പം പോയിക്കോ, അവന് ചില്ലറ ആക്രാന്തമൊന്നുമല്ല. അവൻ എന്നെ നോക്കി ചോര കുടിക്കണ കുറേ ദിവസമായി. അപ്പോൾ അവനെ കൊണ്ട് കളിപ്പിക്കാൻ പോവാണെന്ന് വെച്ചേ. പിന്നല്ലാണ്ട് നീ ഇനി ഇവിടെ നിൽക്കണ്ട, പോയിക്കാറ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കളി കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു തരുമോ വെച്ച്. പറഞ്ഞു തരാറ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ പ്രായക്കാരോട് എന്ത് പറഞ്ഞാലും കേൾക്കും, നക്കി തരുമൊക്കെ ചെയ്യും. അതൊക്കെ എന്നെ നീ പഠിപ്പിക്കണ്ടാറ്. അവളുടെ ആ ഡ്രസ്സിങ്, ആ ചെക്കൻ്റെ മുഖമൊക്കെ ഉണ്ടല്ലോ, ഇവളുടെ ചുണ്ടും മുഖമൊക്കെ ചുമന്ന് തുടിച്ചിട്ടുണ്ട്, ഒലിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവർ കുറേ നേരമായിട്ട് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് കഴപ്പും മൂത്താലും ഒരു രക്ഷയില്ല. ഇപ്പം എൻ്റെ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നിച്ചും പറയും, ഇവനെ ആണുങ്ങളുള്ള വീട്ടിൽ പോയി കള്ളവടി വെച്ചാൽ കയറുമ്പേ പൊക്കിയെടുക്കുമെന്ന്.
ഇതിനെല്ലാം കൊല കൊമ്പന്മാരാണുങ്ങളും പെണ്ണുങ്ങൾക്ക് ശരിക്കും കളിച്ചാണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ സാഹചര്യം കിട്ടിയ അവളുമാർ വേറെ ആണുങ്ങൾക്ക് കാല കത്തിക്കിടന്നാട് കൊടുക്കും. അപ്പം നിൻ്റെ ഭാര്യ പോകുക എന്നൊക്കെ ചോദിക്കണേ. എൻ്റെ ഭാര്യൻ്റെ കാര്യം ഓർത്ത് എന്തൊരു സങ്കടമാണ് ഇവന്മാർക്ക്. എൻ്റെ ഭാര്യ എന്നല്ല, ഏത് പെണ്ണും അവർക്ക് സെക്സ് ചെയ്യാൻ ഭർത്താവ് ശരിക്ക് ചെയ്ത് കൊടുക്കണില്ല, ചെയ്യാൻ നല്ല സേഫായിട്ടുള്ള ചാൻസ് കിട്ടിയാൽ ഒരു സംശയം വേണ്ട, കിട്ടുക തന്നെ ചെയ്യും. അവർ കിടന്നു കൊടുക്കും. അതൊന്നും ഇപ്പം ഞാൻ കണ്ടുപിടിച്ച സൂത്രമൊന്നുമല്ല. അപ്പം മൊണാലിസനെ മറക്കണ്ട. ഈ കാണാൻ ഭംഗിയുള്ള പെണ്ണുങ്ങൾ കൂലിപ്പണിയൊക്കെ എടുത്താലേ ഭയങ്കര കഷ്ടമാണ്. നല്ല നല്ല മാണിക്യം മുത്ത് പെൺകുട്ടികളുണ്ട്, ഇരുനിറം, കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത. അവരെ സ്നേഹിക്കുക. അവരുടെ സ്നേഹം കടൽ പോലെ നമുക്കും കിട്ടും. സൗന്ദര്യത്തിൻ്റെ പുറകെ പോയാൽ കേൾക്കണം, അപകടത്തിൽ ചാടുള്ളൂ. നമസ്കാരം.